NDA കേരള ഘടകത്തിൽ ഭിന്നത. മലപ്പുറം BJP കൺവെൻഷനിൽ പ്രമുഖരാരും പങ്കെടുത്തില്ല, സംസാരിച്ചില്ല എന്നുള്ള ഒരു വിവരമാണ് വരുന്നത്. വിശദാംശങ്ങളുമായി AK ലതീഷ് ചേരുകയാണ്. ലതീഷ്, എന്താണ് സംഭവം? അഞ്ജു, മലപ്പുറത്ത് കോലി സഖ്യത്തിലുള്ള ശ്രമം BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പ്രാദേശിക ഘടകങ്ങൾ ആവശ്യപ്പെട്ടിട്ടും മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കാതെ പാർട്ടിയെ മത്സരിപ്പിക്കാൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമുണ്ടായത്. ആ തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച അഡ്വക്കേറ്റ് N ശ്രീപ്രകാശ് തന്നെ ഇത്തവണയും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി പാർലമെന്റ് കൺവെൻഷൻ ഇന്നലെ മലപ്പുറത്ത് ചേരുകയുണ്ടായി. കൺവെൻഷനിൽ 12,000-ഓളം പേർ പങ്കെടുക്കുമെന്നായിരുന്നു NDA മലപ്പുറം ജില്ലാ നേതൃത്വം പറഞ്ഞിരുന്നതെങ്കിലും 1000-ലധികം പേർ മാത്രമാണ് ഈ കൺവെൻഷനിൽ എത്തിച്ചേർന്നത്. വേദിയിലുണ്ടായിരുന്നിട്ടും BJPയുടെ മുൻ പ്രസിഡന്റുമാർ ആരും തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നില്ല. H രാജയാണ് ഉദ്ഘാടനം ചെയ്തത്. BJPയുടെ കേന്ദ്ര ജനറൽ സെക്രട്ടറി കൂടിയായ H രാജയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന പ്രസിഡന്റ് കുമ്മൻ രാജശേഖരനും അതേപോലെ തന്നെ മുതിർന്ന നേതാവായ O രാജഗോപാൽ MLA-യുമാണ് BJPയുടെ ഭാഗത്തു നിന്നും സംസാരിച്ചത്. BDJSന്റെ പ്രതിനിധിയായി ജനറൽ സെക്രട്ടറി സുഭാഷ് വാസുവാണ് പങ്കെടുത്തത്. JSS പ്രതിനിധിയായി വർക്കിംഗ് ചെയർമാൻ കുമരദാസും പങ്കെടുത്തു. തുഷാർ വെള്ളാപ്പള്ളിയും CK ജാനുവും അടക്കമുള്ള NDAയുടെ സംസ്ഥാന നേതാക്കൾ ഈ കൺവെൻഷനിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. NDAയിലേക്ക് കൂടി മലപ്പുറത്തെ BJP സംസ്ഥാന BJPയുടെ തീരുമാനം NDAയിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആദ്യം മുതൽക്കേ തന്നെ ഈ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ BJPക്കുള്ളിൽ തന്നെ ഉടലെടുത്തിരുന്നു. അത് പരസ്യമായ രീതിയിലേക്ക് പുറത്തു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, ലതീഷ്. തീർച്ചയായും ഇത് പല കാരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. സമയം വളരെ വൈകിയിരുന്നു പരിപാടി തുടങ്ങാൻ. ഒപ്പം അതാത് പാർട്ടികളുടെ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്തിട്ടുണ്ട് ഈ പരിപാടികളിൽ. എല്ലാ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരും സംസാരിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഒരു മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ ആരും സംസാരിക്കാതെ ഇരുന്നത്. BJPയുടെ പ്രതിനിധിയായി കുമ്മൻ രാജശേഖരനും O രാജഗോപാലും ഉദ്ഘാടകനായ H രാജയും മാത്രമാണ് സംസാരിച്ചത്. അതേപോലെ തന്നെ മറ്റു വേദിയിലുണ്ടായിരുന്ന നേതാക്കൾ, സംസ്ഥാന ഭാരവാഹികളായ നേതാക്കൾ തുഷാർ വെള്ളാപ്പള്ളിയോ അതേപോലെ തന്നെ CK ജാനുവോ വിട്ടുനിന്നെങ്കിൽ പോലും ഇവരുടെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നാണ് ഇതിന് NDAയുടെ നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കൺവെൻഷനിൽ പ്രതീക്ഷിച്ച ആളുകൾ പങ്കെടുത്തിരുന്നില്ല എന്നതൊരു വാസ്തവം തന്നെയാണ്. വലിയ തരത്തിലുള്ള കൺവെൻഷൻ LDFും UDFും മലപ്പുറത്ത് നടത്തിയപ്പോൾ അത്തരത്തോളം ആളുകൾ പങ്കെടുക്കില്ല എങ്കിൽ പോലും പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൺവെൻഷൻ വിജയിപ്പിക്കുക അല്ലെങ്കിൽ കൊഴുപ്പിക്കുക എന്ന് തന്നെയായിരുന്നു NDAയുടെ ലക്ഷ്യം. അത് നടക്കാതെ പോയി. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, 1000-ലധികം പേർ മാത്രമാണ് ഇന്നലത്തെ ഉച്ചയോടെ ചേർന്ന കൺവെൻഷനിൽ പങ്കെടുത്തത്. പ്രധാന നേതാക്കൾ LDFന്റെയും UDFന്റെയും പ്രധാന നേതാക്കൾ ഇരു മുന്നണികളുടെയും പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തപ്പോൾ NDA മുന്നണിയിൽ നിന്ന് അവരുടെ പ്രധാന നേതാക്കളായ CK ജാനുവും അതേപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും വിട്ടുനിന്നതും ഏറെ ശ്രദ്ധേയമാണ്. തീർച്ചയായും അത് തന്നെയാണ്. തുഷാർ വെള്ളാപ്പള്ളിയും CK ജാനുവും നിന്നു എന്നുള്ള കാര്യം ഏറെ ശ്രദ്ധേയം തന്നെയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി വ്യക്തമാക്കിയതാണ് ചെറു പാർട്ടികളെ പൂർണ്ണമായും ഒതുക്കി തീർക്കാനുള്ള ഒരു നടപടി BJPക്കുള്ളിൽ നടക്കുന്നു എന്നുള്ളത്. അക്കാര്യം വ്യക്തമാവുകയാണോ ഈ നടപടികളിലൂടെയൊക്കെ? വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി തന്നെ പ്രസ്താവന ഒരു സാഹചര്യവും ഉണ്ടായി. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം NDA സഖ്യം നിലവിൽ വന്ന ശേഷം തുഷാർ വെള്ളാപ്പള്ളി നടേശനും ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പ്രസ്താവനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇതൊരു വിലപേശൽ തന്ത്രം കൂടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കാരണം NDA കേന്ദ്രത്തിൽ ഓഫർ ചെയ്ത ചില സ്ഥാനങ്ങൾ ഇപ്പോഴും BDJSന് ലഭിച്ചിട്ടില്ല. ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അതിന്റെ കൂടി അർത്ഥത്തിൽ വേണം നമ്മൾ വെള്ളാപ്പള്ളിയുടെയും അതേപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെയും എല്ലാം പ്രസ്താവനയെ കാണാൻ. പക്ഷേ ലതീഷ്, അവിടെയാണ് ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളിയെ തള്ളിക്കൊണ്ട് തന്നെ രംഗത്ത് എത്തിയെങ്കിൽ കൂടി ഇന്ന് ഈ യോഗത്തിൽ കൺവെൻഷനിൽ പങ്കെടുക്കാത്തത് അപ്പാടെ വെള്ളാപ്പള്ളിയെ തള്ളിയിട്ടില്ല എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്?
വെള്ളാപ്പള്ളിക്കും നീരസമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ 15 ദിവസത്തിനുള്ളിൽ തങ്ങൾക്ക് ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കേന്ദ്ര ബി ജെ പി നേതൃത്വം ഓഫർ ചെയ്ത സ്ഥാനങ്ങൾ നൽകും എന്നുള്ള പ്രസ്താവന അമിത്ഷായെ കണ്ട ശേഷം ഡൽഹിയിൽ നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും ഇത് നേടിയെടുക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി BDJSന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ഉറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇന്നലത്തെ കൺവെൻഷനിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ തീരുമാനത്തിന് പിന്നിൽ ഉണ്ടാവാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് ഒരു തന്ത്രപരമായ നീക്കം BDJS നടത്തുന്നു എന്നാണോ? തീർച്ചയായും BDJS NDA സംവിധാനം BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുകയും NDA സംവിധാനം കേരളത്തിൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇതിൽ കക്ഷികളായ ഘടക കക്ഷികളിൽ പ്രധാനപ്പെട്ട കക്ഷി എന്ന് നമുക്ക് പറയാവുന്നത് BDJS തന്നെയാണ്. മറ്റൊന്ന് CK ജാനുവിന്റെ ആണ്. ഇത്തരം കക്ഷികളെ ഒന്നും ഗൗനിക്കാതെ അല്ലെങ്കിൽ ഇവരുമായി ഒന്നും ആലോചിക്കാതെ തന്നെയാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJP നടത്തിയതും. ഇതിലും അതൃപ്തി BDJSന്റെ പ്രാദേശിക ഘടകങ്ങളിലുണ്ട്. എന്നാൽ അവർ ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് തയ്യാറായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വരുന്നതും തുഷാർ വെള്ളാപ്പള്ളി ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നത്. ഞങ്ങൾ NDAക്കൊപ്പമാണ്, NDA സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീപ്രകാശ് എന്ന് പരസ്യമായി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന വരികയും ഉണ്ടായി. ദില്ലിയിൽ നിന്നുള്ള ഈ പ്രസ്താവനയോടുകൂടി പ്രശ്നങ്ങൾ കെട്ടടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്നലത്തെ കൺവെൻഷനിൽ പ്രധാന നേതാവ് എന്നുള്ള നിലയിൽ തന്നെ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കേണ്ടതായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്തില്ല. CK ജാനു ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വം നേതൃത്വവും ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം BDJSന് അർഹതപ്പെട്ട ചില സ്ഥാനങ്ങൾ BJP ഓഫർ ചെയ്തു എന്ന് തുഷാർ വെള്ളാപ്പള്ളി അവകാശപ്പെടുന്ന ചില സ്ഥാനങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാവും ഇന്നലത്തെ വിട്ടുനിൽക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ലതീഷ്, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം അമിത്ഷാ വിളിപ്പിച്ചപ്പോൾ 15 ദിവസത്തിനുള്ളിൽ തന്നെ വാഗ്ദാനങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കാം എന്നുള്ള ഒരു ഉറപ്പ് അമിത്ഷായിൽ നിന്ന് BDJSന് ലഭിച്ചതാണ്. അത്തരമൊരു ഉറപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ ഒരു വിലപേശൽ തന്ത്രം എന്ന ചോദ്യം കൂടിയല്ലേ ഉയരുന്നത്? അതിന് അവർ നൽകുന്ന അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഇതാണ്. സുഭാഷ് വാസു BDJSന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു മറുപടി മാത്രമാണ് ഇപ്പോൾ BDJSന്റെ ഈ മലപ്പുറത്തെ ഭാരവാഹികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഒരു സമ്മർദ്ദ തന്ത്രം തുഷാർ വെള്ളാപ്പള്ളി പയറ്റുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇനി എന്തായാലും ഏവരും ഉറ്റുനോക്കുക BDJSന്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്കൊക്കെ ആയിരിക്കും. തുഷാർ വെള്ളാപ്പള്ളി ഇനി മറിച്ചെന്തെങ്കിലും പറയും, പരസ്യമായി പറയും എന്ന് നമുക്ക് വിശ്വസിച്ചുകൂടാ. കാരണം NDA സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീപ്രകാശ് എന്ന് ഇതിനകം തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സമ്മർദ്ദതന്ത്രം ഏതു തരത്തിൽ BDJS മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ശരി, വ്യക്തമാണ്. NDA കേരള ഘടകത്തിൽ ഭിന്നത എന്ന് വേണം മനസ്സിലാക്കാൻ. NDA മലപ്പുറം കൺവെൻഷനിൽ നിന്ന് BDJS പ്രതിനിധി തുഷാർ വെള്ളാപ്പള്ളിയുമൊപ്പം CK ജാനുവും പങ്കെടുത്തില്ല. വിവരങ്ങളാണ് ലതീഷ് നൽകിയത്.